ഡിയേഴ്സ്, ചില സാഹചര്യഘട്ടങ്ങളിലേ ചിലപ്പോൾ നമ്മൾ ഡോക്ടർമാർ വരെ ആയി പോവും. ഞാൻ എൻ്റെ പ്രാവിന് ഓപ്പറേഷൻ ചെയ്ത കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ജോഡി പ്രാവുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അഴിച്ചുവിട്ടാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒരിക്കലും നോക്കി കഴിഞ്ഞപ്പോൾ ഒരാളെ കാണാനില്ല. അപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ടെററായിട്ട് നിൽക്കുക. ഇവൻ ഭയങ്കര ടെററായിരുന്നേ. അത് പ്രാവ്, മെയിൽ പ്രാവ്. അപ്പോൾ അവൻ നോക്കി കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് പ്രാവിനെ ഒരെണ്ണത്തിനെ പരുന്ത് പിടിച്ചിട്ട് ചിറക് കണ്ടെത്തി. ഒത്തിരി തപ്പി നടന്നതിന് ശേഷം ചിറക് കണ്ടെത്തി. അപ്പോൾ ഇവന് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഇവൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചീഞ്ചിലയുടെ അകത്ത് കഴിക്കുന്ന ഭക്ഷണം വെള്ളമെല്ലാം പുറത്തേക്ക് വരിക. അപ്പോൾ വലിയൊരു ഹോള്. പെട്ടെന്ന് ടെൻഷനായിട്ട് ഒരാളെ പിടിച്ചതിൻ്റെ ടെൻഷൻ തീരുന്നതിന് മുമ്പ് അടുത്തത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു ക്ലിനിക്കിൽ വിളിച്ചപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ മൃഗങ്ങളുടെ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെ ഒരു 10 മിനിറ്റ് ഒത്തിരി സമയം വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ. ഞാൻ കൈ കിട്ടിയത് സ്റ്റാപ്ലറാണ്. എനിക്ക് തുന്നാനൊരു പേടി, ഈ പിടിച്ച് തൊലിയൊക്കെ. ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചു വെച്ചു. അപ്പോഴത്തേക്കും സിസ്റ്റർ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച സംഗീത എന്നാൽ കൊണ്ടുപോകാം, അത് ചത്തുപോയില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ സിസ്റ്റർ എനിക്കത് സ്റ്റിച്ച് ഇട്ട് തന്നു. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൊച്ചു പറഞ്ഞു അമ്മ അത് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് സിസ്റ്റർ വിളിച്ചത് ചെയ്തു തന്നു കേട്ടോ. എന്നിട്ട് അവൻ പഴയ പോലെ ഞാനത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് ഇങ്ങനെ എടുത്ത് കളയുന്നതാണ് ഇതിൻ്റെ സ്റ്റാപ്ലെയർ പതുക്കെ. സ്റ്റാപ്ലെയർ പതുക്കെ അത് ഉണങ്ങി കഴിഞ്ഞ് പതുക്കെ ഞാൻ വലിച്ച് ഓരോ ദിവസം ചിലതോറും പൊട്ടിച്ച് കളഞ്ഞു. നമ്മുടെ പഴയ ഫോട്ടോസിലൊക്കെ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങിയതെല്ലാം നല്ല മിടുക്കനായി. അപ്പോൾ അവനൊരു ജോഡി നഷ്ടപ്പെട്ടു. അപ്പോൾ പുതിയൊരു ജോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം 2 പ്രാവിനെ വെച്ചിട്ട് കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. പക്ഷെ അതുങ്ങളെ കൊത്തി നാശാക്കി ടെററായിരുന്നു അവൻ. എന്നിട്ട് പിന്നെ നമ്മൾ അവനെ അവിടെ കൊണ്ടുപോയി രാജാ ഫാം, അവിടെ അടുത്തൊരു ഫാമിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്, അവിടെ ഒത്തിരി പ്രാവുകളുണ്ട്, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചു എന്ന് പറഞ്ഞ് അവർ അത് ചത്തുപോയതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായി പോയൊരു കാര്യമായിരുന്നു അത്.